കുടുംബങ്ങളിലെ ഭാര്യമാരെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയുന്ന ഒരു വചനഭാഗമുണ്ട്. അത് പ്രഭാഷകൻ്റെ പുസ്തകത്തിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് പ്രഭാഷകൻ്റെ പുസ്തകം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈനംദിന ജീവിതത്തിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല ജ്ഞാനം പകർന്നു തരുന്ന ഒരു പുസ്തകമാണ് പ്രഭാഷകൻ്റെ പുസ്തകം. ഇവിടെ പ്രഭാഷകൻ്റെ പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 1-2 തിരുലിഖിതത്തിൽ ഭാര്യമാരെക്കുറിച്ച് പറയുന്നുണ്ട്. വചനം പറയുന്നു, ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ, അവൻ്റെ ആയുസ് ഇരട്ടിക്കും. വിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു. എന്നിട്ട് അവസാനം പറയുന്നു, അവൻ സമാധാനത്തോടെ ആയുസ് തികയ്ക്കും. കാര്യം മനുഷ്യൻ്റെ സൃഷ്ടാവ് ദൈവമാണെങ്കിലും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സൃഷ്ടാവ് ദൈവമാണെങ്കിലും ഈ ഭർത്താവിൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം ഇരിക്കുന്നത് ഭാര്യയുടെ അടുത്താണെന്നാണ് വചനം പറയുന്നത്. ഒരുപക്ഷെ പ്രഭാഷകൻ ഈ വചനത്തിലൂടെ പറയുന്ന ഇപ്രകാരമാണ്: അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും വഴക്കുണ്ടാക്കി എല്ലാ ദിവസവും ഭർത്താവിൻ്റെ സമാധാനം കളയുന്ന ഒരു ഭാര്യയാണെങ്കിൽ ആ ഭർത്താവിന് ദൈവം നിശ്ചയിച്ചുറപ്പിച്ച ഒരു ആയുസ് തികയ്ക്കാനായിട്ട് പറ്റിയല്ല. അപ്പോൾ ഇവിടെ പ്രഭാഷകൻ പറയുന്നു, ഒരു ഭാര്യ ഉത്തമയായിരിക്കണം. എന്താണ് ഈ ഉത്തമയായ ഭാര്യ? ഉത്തമയായ ഭാര്യ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, നല്ല ഭാര്യ. അപ്പോൾ ഭാര്യമാർ പിന്നെയും ചോദിക്കാം, എന്താണ് ഈ നല്ല ഭാര്യ എന്ന് പറഞ്ഞ അർത്ഥം? നല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം വായിക്കണം. ഇവിടെ ദൈവം ഓരോന്നോരോന്നായിട്ട് സൃഷ്ടിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഈ സൃഷ്ടിച്ച ശേഷം ഒരു പ്രധാനപ്പെട്ട കാര്യം കർത്താവ് പറയുന്നുണ്ട്, വളരെ പ്രധാനപ്പെട്ടതാണ്. അതെന്താണെന്നറിയോ? സൃഷ്ടിച്ച ശേഷം സൃഷ്ടിച്ചതിലേക്ക് കർത്താവ് നോക്കിയിട്ട് പറഞ്ഞു, അവൻ നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം സൃഷ്ടിച്ചത് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് ദൈവം എല്ലാത്തിലേക്കൊന്ന് നോക്കി. ആ നോക്കിക്കഴിഞ്ഞ ശേഷം വചനം പറയുന്നുണ്ട്, അവ നല്ലതെന്ന് ദൈവം കണ്ടു. ഇവിടെ നല്ലത് എന്ന് പറയുന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രഭാഷകന്റെ പുസ്തകം 26-ാം അധ്യായത്തിന് 1-ാം തിരുവചനത്തിൽ നമ്മൾ കണ്ടു, അവിടെ ഉത്തമയായ എന്ന് പറയുന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നല്ലത്. അപ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നല്ലത് എന്ന് പറയുന്നൊരു വാക്ക് കാണുന്നുണ്ട്, പ്രഭാഷകന്റെ പുസ്തകത്തിലും നല്ലതെന്ന് പറയുന്നൊരു വാക്ക് കാണുന്നുണ്ട്. ഇവിടെ ഈ 2 സ്ഥലങ്ങളിലും നല്ലതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ഹീബ്രു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഉത്തമയായ ഭാര്യ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. അവിടെ ദൈവം എല്ലാം സൃഷ്ടിച്ച് കഴിഞ്ഞ ശേഷം അതിലേക്ക് നന്നായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം നോക്കിയപ്പോൾ അവയെല്ലാം നല്ലതായിട്ട് ദൈവം കണ്ടു. അപ്പോൾ ഉത്തമയായ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ദൈവത്തിൻ്റെ മുൻപിൽ, ദൈവത്തിൻ്റെ കൺമുൻപിൽ നല്ലവളായിട്ട് മാറുന്നവൾ, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നല്ലവളായിട്ട് ജീവിക്കുന്നവൾ, ഉത്തമയായിട്ട് ജീവിക്കുന്നവൾ. മറ്റുള്ളവരുടെ ദൃഷ്ടിയിലല്ല, അമ്മായിമ്മയുടെ ദൃഷ്ടിയിലല്ല, അമ്മായിപ്പൻ്റെ ദൃഷ്ടിയിലല്ല, ഭർത്താവിൻ്റെ പോലും ദൃഷ്ടിയിലല്ല, അയൽവക്കക്കാരുടെ ദൃഷ്ടിയിലല്ല, അല്ലെങ്കിൽ നാട്ടുകാരുടെ ദൃഷ്ടിയിലല്ല. ദൈവത്തിൻ്റെ മുൻപിൽ, കർത്താവിൻ്റെ ദൃഷ്ടിയിൽ, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നല്ലവളായിട്ടാണോ ജീവിക്കുന്നതെന്ന് ഒന്ന് പരിശോധിച്ചാൽ മതി. ദൈവം നിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ കുറ്റമില്ലാത്തവളായിട്ട് നിന്റെ മനസാക്ഷി നിന്നോട് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതാണ് ഉത്തമയായ ഭാര്യ. നല്ല വിശുദ്ധിയിൽ ജീവിക്കുന്നവൾ, നല്ല വിശ്വാസത്തിൽ ജീവിക്കുന്നവൾ, കർത്താവിന് പ്രീതികരമായിട്ട് ജീവിക്കുന്നവൾ, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവൾ, നല്ല ആത്മീയതയുള്ളവൾ. ഉത്തമയായ ഭാര്യയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് സാധിക്കും. കുടുംബത്തിലെ ഭാര്യമാരെ ഇന്നത്തെ വചനം കർത്താവ് നൽകിയിരിക്കുന്നത് കുടുംബത്തിലെ ഭാര്യമാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭാര്യമാർ ഒരു അനുഗ്രഹമായിട്ട് കുടുംബത്തിൽ മാറുവാൻ, ഒരു അഭിഷേകമായിട്ട് കുടുംബത്തിൽ മാറുവാൻ കർത്താവിൻ്റെ ഈ ആശീർവാദം സ്വീകരിക്കാം.